വൈകുന്നേരം വയൽക്കാറ്റേറ്റും മീൻ പിടിച്ചും സൊറ പറഞ്ഞ് ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരിടം. നമ്മളുടെ ഇന്നത്തെ യാത്ര കേരളത്തിൻ്റെ അങ്ങ് വടക്കേ അറ്റത്തോട്ടാണ്. കാസർഗോഡ് ചെറുവത്തൂരിൽ വയൽക്കാറ്റ് ബ്ലൂ ഗ്രീൻ ഇടനാഴിയിലേക്കാണ് നമ്മളുടെ യാത്ര. സഞ്ചാരികളുടെ ഒരു പ്രധാനപ്പെട്ട ഇടമായി ഇത് മാറിയിരിക്കുകയാണ്. ഒരു പരമ്പരാഗതമായ തോടിനെ ഇക്കോ ടൂറിസം പദ്ധതിയായി ഇങ്ങനെ വികസിപ്പിച്ചത് ഒരു അത്ഭുതമായി തന്നെ നമുക്ക് തോന്നും ആ ദൃശ്യങ്ങൾ കണ്ട്. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ വ്യത്യസ്തമായ ഇതുവരെ കാണാത്തൊരു സ്പോട്ടാണ് പ്രേക്ഷകർക്കായി എത്തിക്കുന്നത്. ചെറുവത്തൂർ പഞ്ചായത്തിൻ്റെയും കയ്യൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാടശേഖരത്ത് വയൽ കാറ്റേറ്റ് മീൻ പിടിക്കാനുള്ള ഒരു സൗകര്യം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് ഇത്തരത്തിലൊരു ടൂറിസം സ്പോട്ട് ഒരുക്കിയിരിക്കുന്നത്. എന്നാലും നവംബർ 1 ഈ ടൂറിസം സ്പോട്ട് ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായ കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ വലിയ തോതിൽ ആളുകൾ എത്തുന്നു, ടൂറിസ്റ്റുകൾ എത്തുന്നു, പുറത്തുനിന്ന് ആളുകൾ എത്തുന്നു. കാസർഗോഡ് നിന്ന് മാത്രമല്ല, കണ്ണൂരിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ ഇവിടെ ആളുകൾ എത്തുന്നതാണ് പറയുന്നത്. ഏതായാലും ശുദ്ധവായു കൊണ്ട് അത്തരത്തിൽ വലിയ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് ഈ ഒരു സ്ഥലം ഇരിക്കാമെന്നാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. ഏതായാലും നമുക്കിതിനെക്കുറിച്ച് ആകാശ കാഴ്ചകൾ ആദ്യം കാണാം. ഏതായാലും ഈ മനോഹരമായ സ്ഥലത്തെക്കുറിച്ചും ഇതിൻ്റെ പദ്ധതിയെക്കുറിച്ചും പറയാൻ ഒരു പ്രദേശവാസികൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ആശയം? ഇതെന്താണ്? നമ്മുടെ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ തിമിരി നിവാസികളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് കൊടകവയൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൂറിസം പദ്ധതിക്ക് രൂപം കൊടുക്കണമെന്നുള്ളത്. നിലവിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാധവൻ മണിയറയുടെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചത്. ഇതിനോട് അനുബന്ധമായിട്ട് ചൂലാപ്പുകാവ് മുതൽ പനക്കാപ്പുഴ വരെയുള്ള ഒരു 12 കോടിയുടെ ബഡ്ജറ്റ് കൂടി പദ്ധതി കൂടി ഇതിൻ്റെ അനുബന്ധമായിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മുടെ 2-3 പഞ്ചായത്ത്, കയ്യൂർ ചീമേനി പഞ്ചായത്ത്, ബിൽക്കോട് പഞ്ചായത്ത്, ചെറുവത്തൂർ പഞ്ചായത്ത്, തൊട്ടടുത്ത പടന്ന പഞ്ചായത്തിലെ യുവതി യുവാക്കൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വൈകുന്നേരം വന്ന് ഇവിടെ സ്ഥലം കാണുകയും ഈ പ്രദേശം എന്ന് പറയുന്നത് തിമിരിയുടെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. കൊടകവയൽ എന്ന് പറയുന്നത് തിമിരിയുടെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും വലിയ വിശാലമായ വയലാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ തൊഴിൽ സംരംഭം കൂടെ ആരംഭിച്ചു. ഇതിനത് വിപുലീകരിച്ച് വലിയ വികസന സാധ്യതയുള്ള ടൂറിസം മേഖലയ്ക്ക് പ്രചോദനം നൽകുന്ന വലിയൊരു പദ്ധതിയായിട്ട് ഇത് മാറാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു വയല്, അതിന് നടുക്കായിട്ട് ഇങ്ങനെ ഒരു ചൂണ്ടയിടുന്നത്. ഈ ചൂണ്ടയിടയിൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വന്നാൽ മത്സ്യം പിടിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഇപ്പം പ്രത്യേകത ഒരു ചൂണ്ടയുണ്ട്. ആ ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ കിലോമീറ്ററോളം അതങ്ങ് പോവും. വലിയ മീനടക്കം കൊത്തിയിട്ട് ഒരു തൊഴിൽ ആയിട്ട് അതിനെ കാണുകയാണ് ഇപ്പോൾ ചെറുപ്പക്കാർ. വൈകുന്നേരം വരും, ചൂണ്ടയിടും, ഇവിടുന്ന് ലഘുഭക്ഷണം കഴിക്കും, കുറേ നേരം വിശ്രമിക്കും. കുടുംബസമേതമാണ് ആളുകൾ വന്ന് ഈ പദ്ധതിയോട് സഹകരിക്കുന്നത്. അതായത് കാസർഗോഡ് ജില്ലയിൽ പുതിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടെ ഇത് ഇങ്ങനെ വരുന്നു എന്നാണോ? നമ്മൾ ഒരുപാട് നല്ല സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കാണും. പല ആളുകൾ ഇത് അറിഞ്ഞില്ല, കാരണം 1-ാം തീയതി ഇത് ഉദ്ഘാടനം കഴിഞ്ഞാൽ. കാസർഗോഡ് ജില്ല മാത്രമല്ല, കണ്ണൂർ, കാസർഗോഡ് 2 ജില്ലകളിലെ ആളുകൾക്ക് ഭാവിയിൽ വലിയൊരു ടൂറിസം മേഖലയായിട്ട് അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് കേന്ദ്രമായിട്ട് ഇത് മാറാൻ വേണ്ടി പോവുകയാണ്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നില്ലാന്ന് നമ്മുടെ നാട്ടുകാരെന്നുള്ള രീതിയിൽ നമുക്കുള്ള ഒരു ദൗത്യം. കൂടാതെ ഇതിന് അപ്പുറത്തേക്ക് എത്രത്തോളം ഇത് വികസിപ്പിക്കാൻ കഴിയുമോ അതിന് നാട്ടുകാരുടെയും ബ്ലോക്ക് ഇനി വരുന്ന ഭരണസമിതിയുടെയും പൂർണ്ണമായ സപ്പോർട്ടും ഇതൊരു അന്താരാഷ്ട്ര തലത്തിലേക്ക് തന്നെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടിരുന്ന രീതിയിലേക്ക് നമുക്ക് ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. നാട്ടുകാരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കൂടുതൽ ആളെ ഇവിടെ കൂടുതൽ സംരംഭ സാധ്യത കൂടുതലുണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഒരുപാട് ആൾക്ക് തൊഴിൽ ആരംഭിക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇവിടെ സാമൂഹ്യദ്രോഹികളും ഇതെല്ലാം വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നല്ലൊരു ഏത് സമയത്തും ആൾക്കാർക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറി കൂടുതൽ ആളിലേക്ക് എത്തിക്കണം എന്നില്ല എന്ന് പറയാനുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവിടെ ഇത്തരത്തിൽ ഇരിക്കാനുള്ള സൗകര്യമുള്ളത്. കുടുംബ സമേതം എത്താം, ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കാം.
നല്ല ശുദ്ധവായു കൊള്ളാം. അതോടൊപ്പം ഈ ദേശീയപാതയിൽ നിന്നും വലിയ ദൂരമൊന്നുമില്ല. ചെറുവത്തൂർ ദേശീയപാതയിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ സ്ഥലം വരുന്നത്. എന്തായാലും ഈ ഒരു പ്രദേശം ഭാവിയിൽ വലിയ തോതിൽ ടൂറിസ്റ്റുകളെ എത്തിക്കുന്ന രീതിയിൽ വികസിപ്പിക്കാൻ തന്നെയാണ് ഈ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം പ്രവർത്തികൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കൂടുതൽ ആളുകളെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒരു തീരുമാനം. എന്തായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം കേന്ദ്രീകരിച്ച് വലിയ വികസനം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും ഇവർ വെച്ചു പുലർത്തുന്നുണ്ട്. KB ബൈജു, News 18, കാസർഗോഡ്.